ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടട്ടെ. യോഹന്നാൻ്റെ സുവിശേഷം 11-ാമത്തെ അധ്യായം അതിൻ്റെ 43-44 തിരുവചനങ്ങൾ. ഇത് പറഞ്ഞിട്ട് അവൻ ഉച്ചത്തിൽ പറഞ്ഞു, ലാസറേ പുറത്തു വരിക. അപ്പോൾ മരിച്ചവൻ പുറത്തു വന്നു. സ്നേഹമുള്ളവരെ, ഇന്നത്തെ കാലഘട്ടത്തിൽ ഒത്തിരി അത്ഭുതങ്ങളും അടയാളങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. ഒത്തിരി രോഗശാന്തികളും നമ്മൾ കണ്ടിട്ടുണ്ട്. പല ഡോക്ടേഴ്സും വലിയ മാരകമായിട്ടുള്ള രോഗങ്ങൾ സൗഖ്യമാക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ മരിച്ച ഒരു വ്യക്തിയെ ഉയർപ്പിക്കുന്നതായിട്ട്, മരിച്ച ഒരു വ്യക്തിയെ ജീവിപ്പിക്കുന്നതായിട്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ആരും കണ്ടിട്ടില്ല, ആരും കേട്ടിട്ട് വരെയുമില്ല. മരിച്ച ഒരു വ്യക്തിയെ ജീവിപ്പിക്കാൻ ഒരേ ഒരു വ്യക്തിക്ക് കഴിഞ്ഞുള്ളൂ, അത് നമ്മുടെ കർത്താവിനാണ്. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള തകർച്ചകളും പ്രശ്നങ്ങളും, ജീവിതത്തിലെ പലതരത്തിലുള്ള പ്രതിസന്ധികളും നമ്മളെ അലട്ടാറുണ്ട്. നമ്മുടെ പ്രശ്നങ്ങൾക്കും പ്രതിസന്ധികൾക്കും അത് എത്ര വലുതാണെങ്കിലും എത്ര ചെറുതാണെങ്കിലും ഒരേ ഒരാൾക്ക് മാത്രമേ അതെല്ലാം സോൾവ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ, അത് നമ്മുടെ കർത്താവിനാണ്. അപ്പോൾ ആയതുകൊണ്ട് നമുക്ക് ആഴമായിട്ട് ദൈവത്തെ നമ്മളങ്ങ് വിശ്വസിക്കണം. നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും ഉത്തരം തരാൻ ഒരേ ഒരാൾക്കേ പറ്റത്തുള്ളൂ, അത് നമ്മുടെ കർത്താവിനാണ്. ആ ദൈവത്തെ നമുക്ക് സ്നേഹിക്കാം, ആരാധിക്കാം, മഹത്വപ്പെടുത്താം. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടട്ടെ.